വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് നല്ല ഖാദി കോട്ടൺ ഫാബ്രിക്കിൽ പ്രീമിയം സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ്. ബുക്കിംഗ്സ് സൈറ്റ് വന്ന് ചെയ്യുക www.glitzindia.com ആണ് സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. പിന്നെ നമ്മുടെ നമ്പേഴ്സ് വരുന്നത് നിങ്ങൾക്ക് സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562251075 and 8075551153 ആ നമ്പേഴ്സിലേക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ നല്ല പ്രീമിയം ആയിട്ടുള്ള സെറ്റാണ്. നല്ല ഫാബ്രിക്കാണ്, ലെങ്ത്തും വെടുത്തും നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് 48 or 50 ഉള്ളവർക്ക് വരെ നന്നായിട്ട് തയ്ച്ചെടുക്കാവുന്ന രീതിയിലാണ് ഈ ഫാബ്രിക് വെച്ചേക്കുന്നത്. 1950 ആണ് റേറ്റ് വരെ. ഫാബ്രിക്കിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഖാദി കോട്ടൺ ആ ഒരു ഫീലുള്ള നല്ല പ്യുവർ ഫോമാണ്, നല്ല സോഫ്റ്റ് ഫിനിഷാണ് ഫാബ്രിക്, നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. ഇതിൻ്റെ ദുപ്പട്ട ലിനൻ ഫീലിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. സെമി ലിനൻ ഫീലിലാണ് ദുപ്പട്ട. ഭയങ്കര ക്ലാസി എലഗൻറ്റ് നല്ല സൈലൻറ്റ് കളേഴ്സാണ് വന്നേക്കുന്നത്. ഇതുപോലെ ബോട്ടം വന്നേക്കുന്നത് PV ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ. ഇതിൻ്റെ കുറേ ഡിസൈൻസ് ഉണ്ട് കേട്ടോ, അതായത് കുറേ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാറ്റേൺസ് റാൻഡം പിക്കേഴ്സ് നിങ്ങൾക്ക് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഫോട്ടോസ് ഞാൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാവുന്ന കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഓഫീസ് യൂസിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതുപോലെയാണ് ബോട്ടം വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീനാണ്, ലൈറ്റ് ഗ്രീൻ. നല്ല കോമ്പിനേഷൻസ് ആണ് കേട്ടോ. ഇതിൽ ആ ഒരു പ്രിൻറ്റ് ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് പോയേക്കുന്നത്. ദുപ്പട്ട ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട, ലിനൻ ഫീലുള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ബോട്ടം സെയിം ടോൺ ആണ്, ഗ്രീനാണ് ഷെയ്ഡ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ പിങ്ക്, നല്ല പിങ്ക് ഷെയ്ഡ്. അതിൽ ഇതുപോലെ ബ്ലാക്ക് കളറിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ദുപ്പട്ട ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സെയിം കളർ. 1950 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. നല്ല ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ള സെറ്റ്സാണ് വന്നേക്കുന്നത്. ദുപ്പട്ട ചെറിയ ബൂട്ടി ഡിസൈൻ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ബോട്ടം ഇങ്ങനെ ഈ ക്ലൈമറ്റിന് നല്ല സോഫ്റ്റ് ഫിനിഷാണ്. ഫാബ്രിക് ചേർന്ന് കിടക്കും. തയ്ച്ചാൽ നോർമൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി വരുന്ന 1680 റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു സെമി സിൽക്ക് എന്നൊരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക് എന്ന് പറയാം. ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ചെയ്തേക്കുന്നത്. ഗ്രീനാണ് ഷെയ്ഡ് വന്നേക്കുന്നത്, ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതുപോലെ കളർഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സാൻറ്റോണാണ്. നെക്സ്റ്റ് കളർ കോഫി ബ്രൗൺ ഷെയ്ഡ്. കോഫി ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രൗണിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ദുപ്പട്ട ഇതുപോലെ 1680 ആണ് റേറ്റ്. ദുപ്പട്ട ഒരു ഡിഫറെൻറ്റ് ലുക്കുള്ള ദുപ്പട്ടയാണ്. ബോട്ടം സാൻറ്റോണാണ് വന്നിരിക്കുന്നത്. ഇനി വരുന്നത് ഇതിനകത്ത് എല്ലാ ടൈപ്പ് സെറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 1480. യോക്കിൽ ഇതുപോലെ, അതായത് ഫ്രണ്ട് പോർഷൻ ഹക്കോബ ഫാബ്രിക്കും യോക്കിൽ ഇതുപോലൊരു ഓർഗൻസ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് അതിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 1480 ആണ് റേറ്റ്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ്, ഫ്രണ്ട് പീസാണ് ഒരു ഹക്കോബ ഫാബ്രിക് വന്നിട്ടുള്ളത്. ദുപ്പട്ട ഫ്ലോറൽ പ്രിൻറ്റഡ് സോഫ്റ്റ് ഫിനിഷിലുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ബ്ലാക്ക് കളറാണ്. നെക്സ്റ്റ് വൺ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. 1480 റേഞ്ച്. ഈ ഒരു യോക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വീനക്കോ അല്ലെങ്കിൽ നല്ലൊരു റൗണ്ട് നെക്കോ സ്ക്വയർ നെക്കോ ഒക്കെ എടുത്ത് തയ്ച്ചാൽ നല്ലതായിരിക്കും. ഇതുപോലാണ് ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഇനി വരുന്നത് നല്ല രസമുള്ളൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള യോക്ക്. 1480 സോഫ്റ്റ് ഫിനിഷുള്ള ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. യോക്കിൽ നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരതേക്കുന്നത്. നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഈ ഒരു ഫാബ്രിക്. നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ സെറ്റ്സാണ്. പ്യുവർ കോട്ടൺ 1295 റേഞ്ച്. നല്ല രസമുണ്ട് യോക്ക് കാണാനായിട്ട്. നല്ലൊരു ട്രഡീഷണൽ ഒരു ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് വന്നിട്ടുള്ള യോക്ക്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ സോഫ്റ്റ് ഫിനിഷിലുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ അതുപോലെ ലൈറ്റ് ബ്ലൂ, ഭയങ്കര സോഫ്റ്റാണ്. നല്ലൊരു പ്രിൻറ്റ്, ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്രിൻറ്റാണ്. ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഷിഫോൺ ദുപ്പട്ട ഇതുപോലെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഇനി വരുന്നത് ഇതൊരു ഡിഫറെൻറ്റ് ഫാബ്രിക്കാണ്, സോഫ്റ്റ് ഫിനിഷാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഫുൾ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. പൗഡർ ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2500 ആണ് കേട്ടോ. ഇത് പ്രീമിയം സെറ്റാണ്. കണ്ടതുപോലെ നല്ല രസമാണ് ആ ഒരു വർക്ക് കാണാനായിട്ട്. വർക്കിൻ്റെ ക്ലോസ് ഞാൻ കാണിക്കാം കേട്ടോ. ഗോൾഡൻ വർക്കും ത്രെഡ് വർക്കും കൂടെ. ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ്, കുഞ്ഞായിട്ട് നമുക്ക് ഒതുങ്ങിയിരിക്കുന്ന ചേർന്ന് കിടക്കുന്ന ഫാബ്രിക്. ലൈറ്റ് വെയ്റ്റ് ആണ്. കുറച്ച് വണ്ണമുള്ളവർക്കൊക്കെ ഈ ഫാബ്രിക് നന്നായിട്ട്
ചേർന്ന് കിടക്കും. നല്ല ദുപ്പട്ടയുമാണ് പെയർ ചെയ്തേക്കുന്നത്. പ്രീമിയം സെറ്റാണ് കേട്ടോ. 2500 റേറ്റാണ്. ബോട്ടം ഇതുപോലെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.